പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ പൊന്നുതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവ് ശിംശിഹായുടെ പാദപീഠത്തിൽ വന്ന് അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കി മാധുര്യമേറിയ ആലോചന കേൾപ്പാൻ നമുക്ക് ഭാഗ്യവും സന്ദർഭവും ഒരുക്കി തന്ന കർത്താവിന് നന്ദി പറയാം. പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ പ്രാവശ്യം നാം ധ്യാനിച്ചു കൊണ്ടിരുന്നത് മനോഹരമായ ഒരു ചിന്തയാണ്. ദൈവം പ്രസാദിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ ചോദിച്ച ആളുകൾക്ക് വേദപുസ്തകം കൊടുക്കുന്ന മറുപടിയാണ് നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഒന്നാമത്തെ മറുപടി ഇതായിരുന്നു: നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക. നിങ്ങളുടെ ശുദ്ധീകരണമാണ് ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ താല്പര്യം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധീകരണത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് വ്യക്തതയോടെ അന്ന് പറഞ്ഞു വച്ചതൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ കാണുമെന്ന് വിചാരിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയാണ് ഇനി സംസാരിക്കപ്പെടാൻ പോകുന്നത്. വിശുദ്ധീകരണം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇന്ന് പലർക്കും അതേക്കുറിച്ച് വേണ്ടവണ്ണം ഒരു ഐഡിയ ഒന്നും കിട്ടിയിട്ടില്ല. ഈ വിശുദ്ധീകരണം പ്രാപിക്കുക എന്ന് വെച്ചാൽ എന്താണ് അർത്ഥമാക്കുന്നത്? അതിന് വേദപുസ്തകം തരുന്ന മറുപടിയാണ്. ഒന്നാമത്തെ മറുപടി തെസ്സലോനിക്ക സഭയ്ക്ക് പൗലോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 23-24 തിരുവചനങ്ങളിൽ എഴുതിയിട്ടുണ്ട്. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അപ്പോൾ വിശുദ്ധീകരിക്കപ്പെടുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒന്ന്, ദൈവത്താൽ വേർതിരിക്കപ്പെടുക എന്നുള്ളതാണ്. ഇത് ദൈവം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോസ്തലൻ ആശംസിക്കുന്നത് സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. അങ്ങനെ നിങ്ങളുടെ ആത്മാവും ശരീരവും മനസ്സും പാപം കൂടാതെ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയിൽ വെളിപ്പെടുമാറാകട്ടെ. അപ്പോൾ ദൈവത്താൽ വേർതിരിക്കപ്പെടണം. അതാണ് വിശുദ്ധീകരണം എന്നതുകൊണ്ട് ഒന്നാമത് അർത്ഥമാക്കുന്നത്. ദൈവത്താൽ വേർതിരിക്കപ്പെടുക എന്ന് വച്ചാൽ ദൈവം ഒരാളെ തൻ്റെ നിർമ്മല രക്തത്താൽ കഴുകി അവരുടെ പാപം ക്ഷമിച്ച് അവരോട് പൊറുത്ത് അവരെ നിർമ്മലീകരിച്ച് അവരെ തന്നോടൊപ്പമാക്കി വയ്ക്കുന്ന ഒരവസ്ഥയാണ്. ദൈവം അതിനു വേണ്ടിയാണ് സ്വർഗം വിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്നത്. ദൈവം ഇന്നും അതുതന്നെയാണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവം ഇപ്പോഴും ഇത് കേൾക്കുന്ന മുഴുവൻ ആളുകളോട് ചോദിക്കുന്നു: കുഞ്ഞെ, നിന്നെ ഒന്ന് വേർതിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിന്നെ ഒന്ന് കഴുകി വെടിപ്പാക്കാൻ എനിക്ക് ഉദ്ദേശമുണ്ട്. ഞാൻ എൻ്റെ ചോര ഊറ്റിയത് നിന്നെ കഴുകാൻ വേണ്ടിയാണ്. ഞാൻ സ്വർഗത്തിലെ മഹിമ വെടിഞ്ഞ് ഭൂമിയിൽ വന്നത് നിന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വന്ന് കുരിശേറിയത് നീ ശിക്ഷിക്കപ്പെടാതെ നിനക്ക് പകരം ശിക്ഷിക്കപ്പെടാനാണ്. നിൻ്റെ സകല പാപത്തിൽ നിന്നും നിന്നെ വീണ്ടെടുത്ത് നിന്നെ നിർമ്മലീകരിക്കാനാണ് ഞാനിതൊക്കെ ചെയ്തത്. എനിക്കെപ്പോഴും മനസ്സാണ് കുഞ്ഞെ നിന്നെ വിശുദ്ധീകരിക്കാൻ. ഒരുപക്ഷെ നിനക്ക് തോന്നുന്നുണ്ടാകും, കഴുകിയാലും ഞാൻ വൃത്തിയാകില്ല, അത്ര വലിയ പാപിയാണ് ഞാനെന്ന്. പക്ഷേ അത് നിൻ്റെ തോന്നലുകളാണ്. നീ വചനം കേട്ടിട്ടുണ്ടോ? നിൻ്റെ പാപം അത് രക്താംബരം പോലെ കടിച്ചുവപ്പായിരുന്നാലും ഞാനതിനെ ഹിമം പോലെ വെളുപ്പിക്കുമെന്നാണ് പ്രവാചകനിലൂടെ കർത്താവ് പറഞ്ഞത്. വീണ്ടും അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നാണ് യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ദൈവപൈതലേ, ഞാൻ പാപിയാണ്, ഞാൻ നശിച്ചു, ഇനി എനിക്ക് പ്രതീക്ഷയില്ല, ഇനി എനിക്ക് രക്ഷയില്ലെന്ന് സ്വയം വിധിച്ച് പിന്മാറല്ലേ. കർത്താവിൻ്റെ വാഴ്ത്തപ്പെട്ട കരങ്ങളിലേക്ക് കൊടുക്കാൻ മനസ്സാകുമെങ്കിൽ ദൈവം ഇന്ന് നിന്നെ വേർതിരിപ്പാൻ ആഗ്രഹിക്കുന്നു. ഒരു പാപിയെപ്പോലും ശിക്ഷിക്കണമെന്ന് ദൈവത്തിന് ഉദ്ദേശമില്ല, ആഗ്രഹമില്ല. ശിക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ച് അല്ല സുവിശേഷം പറയുന്നത്, രക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. പാപിയെ നിൻ്റെ പ്രത്യാശയാണവൻ. ഏത് മഹാപാപിയോടും പൊറുക്കുന്ന സ്നേഹമാണവൻ. ഏത് നീചനോടും, ഏത് വൃത്തികെട്ടവനോടും, ഏത് വ്യഭിചാരിയോടും, ഏത് കൊലപാതകിയോടും, എത്ര വലിയ തിന്മ പ്രവർത്തിച്ചവനോടും
ഹൃദയപൂർവ്വം ക്ഷമിക്കുന്ന സ്നേഹമാണ് യേശു. അവൻ നമ്മെ വേർതിരിക്കുന്ന ദൈവമാണ്. യോഗ്യത നോക്കിയല്ല കർത്താവ് ഇത് ചെയ്യുന്നത്. അയോഗ്യത തന്നെയാണ് നമ്മുടെ യോഗ്യത. അയോഗ്യരാണ് നമ്മളെന്ന് അവൻ അറിയാം. ഇന്ന് എത്രയോ മാത്രം കഴിവുകൾ ദൈവം നൽകിയിട്ടുള്ള ഒരുപാട് ആളുകൾ പാപസുഖത്തിൽ മുഴുകി സ്വയം മറന്ന് അന്ധകാരത്തിൽ അടിപ്പെട്ട് കിടക്കുകയാണ്. കർത്താവ് അവരെ വേർതിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളു നുറുങ്ങി ഒരു നിമിഷം കണ്ണുനീരോടെ, തമ്പുരാനെ, എനിക്ക് മനസ്സാണ്, നീ എന്നെ വേർതിരിക്കുക, ഞാൻ നിൻ്റെ പക്ഷത്താകട്ടെ എന്ന് പറയാമെങ്കിൽ അത്യത്ഭുതകരമായി കർത്താവ് വിടുവിക്കും. അവൻ അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അതാണ് അവൻ നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന മുഴുവൻ പദ്ധതികളുടെയും ആകത്തുക. അവൻ നമ്മെ വേർതിരിക്കുന്ന ദൈവമാണ്. അപ്പോൾ ദൈവത്താൽ വേർതിരിക്കപ്പെടണം. ദൈവം അന്വേഷിക്കുകയാണ്. അവൻ പാപികളെ തേടിയാണ് വന്നത്. യേശു പറഞ്ഞല്ലോ, ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്ര അന്വേഷിക്കുന്നത്. യേശുവിൻ്റെ കണ്ണ് എപ്പോഴും പാപികളെ പരതുകയാണ്. എന്തിനാണത്? കഴുകി വെടിപ്പാക്കി തന്നോട് ചേർത്ത് നിർത്താൻ, തൻ്റെ ഒപ്പമാക്കാൻ, തൻ്റെ കൂട്ടത്തിൽ നിർത്താൻ. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ദൈവ പൈതലേ, രഹസ്യ ജീവിതത്തിലോ പരസ്യ ജീവിതത്തിലോ, ചെറുതോ വലുതോ ആന്തരികമോ ഭൗതികമോ ആയി ഏതെങ്കിലും ഒരു പാപം ജീവിതത്തിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് പറ, എന്നെ ഒന്ന് വേർതിരിക്കണമേ, ഇതാ ഞാൻ, അടിയനെ അയക്കണമേ, ഉപയോഗിക്കണമേ എന്ന് പ്രവാചകൻ പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ കഴിയണം. അങ്ങനെ കഴിയുമ്പോൾ അത്യത്ഭുതകരമായി കർത്താവ് നമ്മെ ഉപയോഗിക്കും. കഴിഞ്ഞ നാളുകളിൽ അവണ്ണം ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവരാണ് അത്ഭുതങ്ങളിലൂടെ ദൈവവേല ചെയ്തവർ. അങ്ങനെ വേർതിരിക്കപ്പെട്ട പുണ്യവാനായ അഗസ്റ്റിനോസ് പാപത്തിൻ്റെ മ്ലേച്ഛമായ ആഴമായ കുഴിയിൽ നിന്നാണ് അദ്ദേഹത്തെ ദൈവം വിളിച്ചത്. സെയിൻ്റ് അഗസ്റ്റിൻ പിന്നീട് സഭാചരിത്രത്തിലെ എണ്ണം പറഞ്ഞ വിശുദ്ധന്മാരിൽ ഒരാളായി. ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്ന ഒരു ഭാഗ്യവാനായി. അപ്പോൾ പൂർവ്വകാല പാപങ്ങൾ ഒരാളുടെ യോഗ്യതയ്ക്ക് തടസ്സമൊന്നുമാകുന്നില്ല. അതുകൊണ്ട് നിരാശപ്പെടല്ലേ, പിന്നോട്ട് മാറല്ലേ, എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ അത്ര വലിയ പാപിയാണെന്ന് പറഞ്ഞ് ഒഴിയല്ലേ. ഏത് പാപിയെയും ഹൃദയത്തോട് ഒട്ടിച്ചു വയ്ക്കാൻ മനസ്സുള്ള ഒരു സ്നേഹമാണ് നമ്മുടെ ദൈവം. കർത്താവിൻ്റെ അനന്ത സ്നേഹത്തോടെ താതാത്മ്യപ്പെടാൻ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒളിച്ചോടാതിരിക്കാം. ദൈവം നമ്മെ തേടി വന്നതാണ്, നാം അവനെ തേടി ചെല്ലുകയല്ല. അവൻ നമ്മെ തേടി വന്നതാണ്. അവൻ നമ്മെ മറികടക്കുകയാണ് നമ്മോടുള്ള സ്നേഹത്താൽ. അതുകൊണ്ട് കർത്താവിൻ്റെ കരവലയത്തിൽ ഒതുങ്ങാം. അതുതന്നെയാണ് വിശുദ്ധീകരിക്കപ്പെടുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വിശുദ്ധീകരിക്കപ്പെടുക, വിശുദ്ധീകരണം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതിൻ്റെ രണ്ടാമത്തെ മറുപടി തിമോത്തിയോസിന് പൗലോസ് ശ്ലീഹ എഴുതിയ രണ്ടാമത്തെ ലേഖനം, 2-ാമത്തെ അധ്യായം 21-ാമത്തെ തിരുവചനം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമാകുന്നു. ഇവിടെ പറയുന്നത് ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെടുക എന്നാണ്. ഒന്നാമത് പറഞ്ഞത് ദൈവത്താൽ വേർതിരിക്കപ്പെടുക എന്നുള്ളതാണ്. 2, ദൈവത്തിനു വേണ്ടി ഞാൻ എന്നെ വേർതിരിച്ച് സമർപ്പിക്കുക. ഇത് രണ്ടും ഒരുമിച്ച് നടക്കേണ്ടതാണ്. പാപത്തെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ ദൈവത്തിന് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന വിശുദ്ധ പാത്രമായി തീരുന്നു. അപ്പോൾ അതെൻ്റെ പങ്കാണ്. ഞാൻ എൻ്റെ ആസ്വാദനങ്ങളെ, എൻ്റെ സുഖങ്ങളെ, എൻ്റെ ലാഭങ്ങളെ, എൻ്റെ നേട്ടങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. അത് ശരിക്കും ത്യാഗപൂർണമായ ഒരു നിലപാടാണ്. ഈ സന്ദേശം ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് നിനവേ നോമ്പിൻ്റെ നാളുകളിലാണ്. നിങ്ങൾ കേൾക്കുന്നത് അപ്പോഴായിരിക്കില്ല. ശരിക്കും പ്രിയപ്പെട്ടവരെ, കഠിനമായി ആളുകൾ നോമ്പെടുക്കുന്ന ഒരു സമയമാണിത്. 3 ദിവസം. യോനാ പ്രവാചകൻ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് അനുതപിച്ചതിന് തുല്യം. അതോടൊപ്പം തന്നെ നിനിവേ നിവാസികൾ യോനയുടെ പ്രസംഗം കേട്ട് ഹൃദയം നുറുങ്ങി അലമുറയിട്ട് കരഞ്ഞ് ഉപവസിച്ച് മൃഗങ്ങളും കുഞ്ഞുങ്ങളും അടക്കം കരഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് അനുതപിക്കുകയും പാപത്തെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ദിനങ്ങളാണ് നോമ്പിൻ്റെ ദിനങ്ങൾ. ഈ നോമ്പ് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. കുറേയധികം പ്രാർത്ഥിക്കുക, പിന്നെ മാംസവും മത്സ്യവും ഒക്കെ ഉപേക്ഷിക്കുക.
അതുകൊണ്ടൊന്നും നോമ്പാകില്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഏറ്റവും കൂടുതൽ ആസക്തിപ്പെടുത്തുന്ന, ഏറ്റവും കൂടുതൽ നമ്മെ ആസ്വദിക്കുന്ന, നമ്മളെ ഏറ്റവും കൂടുതൽ ഇമ്പപ്പെടുന്ന, താല്പര്യപ്പെടുന്ന സംഗതികളോട് നാം വേണ്ട എന്ന് പറയാനുള്ള തീരുമാനത്തിലെത്തണം. അതാണ് നോമ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ദിനങ്ങളിൽ മാത്രമല്ല, ജീവിതത്തിൽ തന്നെ അതിനോട് വിട പറയാൻ കഴിയണം. നമ്മൾ ഒരുപാട് ആസ്വദിക്കുന്ന കാര്യങ്ങളായിരിക്കും പലപ്പോഴും, പക്ഷേ അത് നമുക്ക് ദോഷമാണ്. ഞാൻ അതിനെ വെറുത്തുകൊണ്ട്, ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തോടുള്ള സ്നേഹം പ്രഖ്യാപിക്കുകയാണ്. വലിയ നോമ്പ് വരും. യേശു മശിഹായുടെ പീഡാസഹനത്തോട് താതാത്മ്യപ്പെടാൻ വേണ്ടി സഭാമക്കൾ തങ്ങളെ തന്നെ ഒരുക്കുന്ന അതിപരിശുദ്ധമായ നാളുകൾ. അപ്പോഴെന്താണ് സംഭവിക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ യേശുവിനേക്കാൾ അധികം സ്നേഹിക്കുന്ന എന്തുണ്ടെങ്കിലും അതിനോട് വിട പറയണം. അതാണ് നോമ്പ്. ഒരുപക്ഷെ നമ്മുടെ കാഴ്ചകളും നമ്മുടെ കേൾവികളും ഒക്കെ അതിൽപ്പെടും. നോമ്പെടുക്കുന്നവർ ചില പ്രത്യേക ഭക്ഷണ സാധനങ്ങൾ ഉപേക്ഷിച്ചിട്ട് അശ്ലീലം വീഡിയോയിൽ കണ്ടുകൊണ്ടിരുന്നാൽ നോമ്പാകുമോ? കുറേയധികം പ്രാർത്ഥിച്ചിട്ട് അപ്പുറത്ത് മാറി അവർ എപ്പോഴും ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന സീരിയലുകളും സിനിമകളും നിരന്തരം കണ്ടുകൊണ്ടിരുന്നാൽ നോമ്പാകുമോ? ഒരാൾ ജീവിതത്തിൽ ചില ക്രമീകരണങ്ങളൊക്കെ വരുത്തിയിട്ട് അവരുടെ ജീവിതത്തിൽ നിരന്തരം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതായ പാപങ്ങൾ ആസ്വദിക്കുകയും അതുപോലെ തന്നെ ചില ആളുകളോടുള്ള വൈരാഗ്യം, വെറുപ്പ്, വിദ്വേഷം, പക മുതലായവ ജീവിതത്തിൽ വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്താൽ നോമ്പാകുമോ? പ്രിയപ്പെട്ടവരെ, നോമ്പ് ശരിക്കും നമ്മുടെ ജീവിതത്തെ അടിമുടി വ്യത്യാസപ്പെടുത്തുകയും ദൈവ സ്നേഹത്തിലേക്ക് നമ്മെ ഒന്നിപ്പിക്കുകയും ചെയ്യേണ്ട ഒന്നാണ്. അങ്ങനെയാണ് നോമ്പാചരിക്കേണ്ടത്. അപ്പോഴാണ് നോമ്പാകുകയുള്ളൂ. ഇവിടെ ഇപ്പം മത്സ്യമാംസങ്ങളൊക്കെ ഉപേക്ഷിച്ചു, കഠിന വ്രതമാണ്, പക്ഷെ ഭർത്താവിനോട് മിണ്ടത്തില്ല. ചില സഹോദരന്മാർ നോമ്പാണെങ്കിൽ പിന്നെ 7 നേരവും പ്രാർത്ഥിക്കും, കുമ്പിട്ട് നമസ്കരിക്കും, പക്ഷേ ഭാര്യയോട് ചീത്ത വിളിക്കും. അതെങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നോമ്പാകുന്നത്? നമ്മുടെ ജീവിതത്തിലെ ക്രമക്കേടുകളെ ക്രമപ്പെടുത്തുക, ഭിന്നതകളെ, കലഹങ്ങളെ ഉപേക്ഷിക്കുക. എൻ്റെ ജീവിതത്തിൽ നിന്ന് പാപത്തെ വിട്ടകന്ന തന്നെത്താൻ ഞാൻ എന്നെ വെടിപ്പാക്കുമ്പോഴാണ് ദൈവത്തിന് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന മാനപാത്രമായി ഞാൻ തീരുന്നത്. അപ്പോഴാണ് ദൈവം എന്നെ ഉപയോഗിക്കുക. പല ആളുകളും പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് ദൈവവേലയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, പക്ഷേ അവർക്ക് കഴിയുന്നില്ല. അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് കഴിയുന്നില്ല. കഴിയാത്തതിൻ്റെ കാരണം അവർക്ക് ചിലത് വിടാൻ കഴിയുന്നില്ല, ചിലത് ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല, ചിലത് തിരുത്താൻ കഴിയുന്നില്ല. പലതും ചെയ്തു കൂട്ടുന്നവരും ചെയ്യുന്നതല്ലാതെ അതിന് ഫലമൊന്നും ഉണ്ടാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, മണ്ണിലെറിഞ്ഞ വിത്ത് മുളച്ച ഫലം കഴിക്കണമെങ്കിൽ ആ വിത്ത് പതിരാകാൻ പാടില്ല. പതിര് മണ്ണിലെറിഞ്ഞാൽ അവിടെ കിടന്ന് ചീഞ്ഞു പോകത്തേ ഉള്ളൂ. ഉള്ളിൽ വിത്തുണ്ടെങ്കിൽ അത് മുളയ്ക്കും. ചില ആളുകൾ ചെയ്യുന്ന വേലകളെല്ലാം ഈ പതിര് വിതച്ചതുപോലെയാണ്. ഒരു പ്രതിഫലനവും ഉണ്ടാക്കുന്നില്ല, ഒരു ചലനവും സൃഷ്ടിക്കുന്നില്ല. ദൈവത്തിന് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന മാനപാത്രങ്ങളായി നാം നമ്മെ തന്നെ മാറ്റിത്തീർക്കേണ്ടതിന് നമ്മളെ തന്നെ പരിപൂർണമായും വിശുദ്ധീകരിക്കണം. അതുകൊണ്ട് ശരിയായ നോമ്പനുഷ്ഠാനം സംഭവിക്കണം. നമ്മുടെ ആളുകളൊക്കെ കുമ്പസാരിക്കാറുള്ളത് നോമ്പ് തീരുമ്പോഴാണ്. നോമ്പ് തീരുമ്പോൾ കുമ്പസാരിക്കുന്നതല്ല ശരി, നോമ്പ് തുടങ്ങുമ്പോൾ കുമ്പസാരിക്കുന്നതാണ് ശരി. എന്തുകൊണ്ടെന്നാൽ ഞാൻ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി എൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ നാളുകളാണ്, ഞാൻ വിശുദ്ധിയിൽ ഇരിക്കേണ്ട നാളുകളാണ്. പതുക്കെ തുടങ്ങി നോമ്പ് അവസാനത്തിൽ ഞാൻ എന്നെ വിശുദ്ധീകരിക്കുകയല്ല, വിശുദ്ധിയോടെ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. അത് എല്ലാ അർത്ഥത്തിലും എൻ്റെ ശുദ്ധീകരണത്തിൻ്റെ ദിനങ്ങളാണ്. വിശുദ്ധ ആരാധന ഞാൻ സമർപ്പിക്കുന്ന ദിനങ്ങളാണ്. എൻ്റെ കളങ്കങ്ങളിൽ നിന്ന് ഞാൻ വേർപെടേണ്ട ദിനങ്ങളാണ്. അതുകൊണ്ട് ജനം കുമ്പസാരിക്കേണ്ടത് നോമ്പിൽ പ്രവേശിക്കുന്നതിന് മുമ്പാണ്. ആ നാളുകളിൽ തന്നെ കുമ്പസാരിച്ച് തുടർന്ന് വരുന്ന ദിനങ്ങളെല്ലാം വിശുദ്ധിയിൽ നിൽക്കണം. ആ വിശുദ്ധിയുടെ ക്ലൈമാക്സിലാണ് യേശുമശിഹായുടെ കുരിശ് ആരോഹണത്തിൻ്റെ ധ്യാനത്തിലേക്ക് നാം പോകേണ്ടത്, പീഡാസഹനത്തിലേക്ക് നാം താതാത്മ്യപ്പെടേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആളുകൾ പലപ്പോഴും കുമ്പസാരിക്കുന്ന കാര്യം വലിയ തമാശയാണ്. പെസഹായിക്ക് കുർബാന സ്വീകരിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ തലേന്ന് രാത്രി 9 മണിയായപ്പോൾ 10 മണിയായപ്പോൾ കുമ്പസാരിക്കാൻ വന്നിരിക്കുന്നു. എന്താ ഇത്ര വൈകിയത്? ഇത്രയും സമയമുണ്ടായിട്ട് എന്തേ സഹോദര ഇത്രയും താമസിച്ചത്? അത് അച്ഛൻ മനഃപൂർവ്വം താമസിച്ചതാണ്.
അതെന്താ മനഃപൂർവ്വം താമസിച്ചത്? അതെ, ഇന്നലെയോ മിനിഞ്ഞാന്നോ കുമ്പസാരിച്ചാൽ പിന്നെ ഈ കുർബാന സ്വീകരിക്കുന്നത് വരെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതെന്താ കുഴപ്പം? അല്ല, എനിക്ക് കള്ളു കുടിക്കണം, എനിക്ക് ബീഡി വലിക്കണം, ഇതില്ലാതെ ജീവിക്കാനേ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ രാത്രി 11 മണിയാകാറായി. ഇപ്പോൾ കുമ്പസാരിച്ചാൽ ഏതാനും മണിക്കൂറുകൾ പിടിച്ചു നിന്നാൽ മതിയല്ലോ. നേരം വെളുക്കുമ്പോഴേ കുർബാന സ്വീകരിച്ചാൽ പിന്നെ എനിക്ക് അത്യാവശ്യം എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. ആളുകളുടെ ഒരു ധാരണ എന്താ? ഇത് കഴിക്കുന്നത് വരെ ഇത് പിടിച്ചു നിൽക്കേണ്ടതുള്ളൂ. ദൈവമക്കളെ, സത്യത്തിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ വിശുദ്ധരായി അത് സ്വീകരിക്കണം. സ്വീകരിച്ച് കഴിഞ്ഞിട്ട് പരിശുദ്ധ കുർബാനയുടെ മുകളിലേക്ക് കള്ളുകോരി ഒഴിക്കാമെന്നല്ല. അങ്ങനെ ആരും മനസ്സിലാക്കല്ലേ. അത് ഭയാനകമായ അപകടവും വലിയ കുഴപ്പവും വരുത്തി വയ്ക്കും. പ്രിയപ്പെട്ടവരെ, നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കണം. നല്ല ഒരു മാറ്റം നമുക്ക് ആവശ്യമുണ്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്. വീണ്ടും പ്രിയപ്പെട്ടവരെ, ഈ ശുദ്ധീകരണം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? 1, ദൈവത്താൽ വേർതിരിക്കപ്പെടണം. 2, ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവത്തിന് വേണ്ടി ഞാൻ വേർതിരിക്കപ്പെടണം. 3, കൊരിന്ത്യർക്ക് പൗലോസ്ലീഹ എഴുതിയ 2-ാമത്തെ ലേഖനം 7-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ തിരുവചനം പറയുന്നു, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അപ്പോൾ 3-ാമത് പറയുന്നത് ഇതിൻ്റെ തുടർച്ച തന്നെയാണ്. എല്ലാ പാപത്തിൽ നിന്നും വേർപെട്ടിരിക്കുക എന്നുള്ളതാണ് വിശുദ്ധീകരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നത്, നമുക്ക് മുൻപ് ചില വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് 6-ാം അധ്യായത്തിൽ. അതിൻ്റെ ബാക്കിയാണ് 7-ാം അധ്യായം പറയുന്നത്. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും എന്നുള്ളതാണ് ദൈവം മുൻപ് പറഞ്ഞ 1-ാമത്തെ വാഗ്ദാനം. മറ്റൊരു വാഗ്ദാനം, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും എന്നുള്ളതാണ്. ഇത് 6-ാം അധ്യായത്തിലുണ്ട്. കൊരിന്ത്യർക്കുള്ള 2-ാം ലേഖനത്തിലെ 6-ാം അധ്യായം അവസാന ഭാഗത്ത് 14, 15, 16 വാക്യങ്ങളിൽ അത് എഴുതിയിട്ടുണ്ട്. അവിടെ പറഞ്ഞ 2 വാഗ്ദാനങ്ങൾ, 1, ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. 2, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും, നിങ്ങൾ എനിക്ക് ജനമായിരിക്കും. അതിൻ്റെ ബാക്കിയാണ് അപ്പോസ്തലൻ പറയുന്നത്, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? ജഡത്തിലെയും ആത്മാവിലെയും സകല പാപവും കഴുകി നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി വിശുദ്ധിയെ തികച്ചു കൊള്ളണം. ദൈവത്തിൻ്റെ പ്രജയായിരിക്കണമെങ്കിൽ നാം വിശുദ്ധീകരണം പ്രാപിക്കണം. അതുപോലെ തന്നെ ദൈവം നമ്മോട് കൂടെ ഇരിക്കണമെങ്കിൽ നാം വിശുദ്ധീകരണം പ്രാപിക്കണം. പരിശുദ്ധനായ ദൈവം ഒരശുദ്ധനോട് കൂടെ ഇരിക്കണമെന്ന് പറയരുത്. അശുദ്ധനെ വെടിപ്പാക്കി അശുദ്ധനെ വിശുദ്ധീകരിച്ച് വിശുദ്ധനാക്കി വിശുദ്ധനോടുകൂടെ ഇരിപ്പാനാണ് ദൈവഹിതം. പക്ഷെ ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ കഴുകണം. കണ്ണുനീരാണ് പാപത്തെ കഴുകിക്കളയാനുള്ള മാർഗം. ശിമോൻ്റെ വീട്ടിൽ വിരുന്നിലിരുന്ന യേശുമിശിഹാ തമ്പുരാൻ്റെ പാദപീഠം കണ്ണുനീര് കൊണ്ടാണ് പാപിനി കഴുകിയത്. പട്ടണത്തിലെ ഏറ്റവും വലിയ പാപിനി എന്ന് വിളിക്കപ്പെട്ടവളാണ് കണ്ണുനീര് കൊണ്ട് തമ്പുരാൻ്റെ പാദം കഴുകി മോചനം പ്രാപിച്ചത്. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവ പൈതലെ, പാപം എത്ര ഭീകരമുള്ളതുമാകട്ടെ, ദൈവസന്നിധിയിൽ അനുദപിക്കാനും മുട്ടുകുത്താനും കുമ്പസാരിക്കാനും കണ്ണുനീരൊഴുക്കാനും മനസ്സുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ പാപങ്ങളെ അവൻ പൊറുക്കും, വാഗ്ദത്തങ്ങളെ അവൻ പാലിക്കുകയും ചെയ്യും. അതുകൊണ്ട് വിശുദ്ധീകരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നാം പാപത്തിൽ നിന്ന് വേർപെട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ്. പാപത്തിൽ നിന്ന് വേർപെട്ടിരിക്കാതെ ദൈവത്തോട് ചേർന്നിരിക്കാൻ കഴിയില്ല. ദൈവത്തോട് വേർപെട്ടിരിക്കാതെ പാപത്തോട് ചേർന്നിരിക്കാനും കഴിയില്ല. എന്ന് വച്ചാൽ പറഞ്ഞത് ഇങ്ങനെയാണ്, പാപത്തോട് ചേർന്നിരിക്കുന്നവരാരും ദൈവത്തോട് ചേർന്നിരിക്കുന്നില്ല, ദൈവത്തോട് ചേർന്നിരിക്കുന്നവരാരും പാപത്തോട് ചേർന്നിരിക്കുന്നില്ല. പാപത്തിൽ നിന്നുള്ള വേർപാടാണ് വിശുദ്ധീകരണം. ഞാൻ ദൈവ പൈതലാണെന്നും ദൈവപക്ഷത്താണെന്നുമൊക്കെ ഞാനും നിങ്ങളും അഭിമാനത്തോടെ പറയുമ്പോൾ ഏതെങ്കിലും ഒരു പാപത്തിന് നമ്മുടെ മേൽ അധികാരമോ സ്വാധീനമോ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നാം ദൈവപക്ഷത്തല്ല എന്ന് ഇപ്പോൾ ബോധ്യപ്പെടുക. അതുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താനും തിരുത്താനും ഈ കേൾക്കുന്ന സന്ദേശം നമുക്ക് ഇടവരുത്തട്ടെ. വീണ്ടും പ്രിയപ്പെട്ടവരെ, വിശുദ്ധീകരണം പ്രാപിക്കുക എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? വിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാമത്തെ അധ്യായത്തിലെ 9, 10, 11 തിരുവചനങ്ങൾ നോക്കുക. അവിടെ പറയുന്നത് ഇപ്രകാരമാണ്: എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിലും നിങ്ങളെ തന്നെ കഴുകി വിശുദ്ധീകരിച്ചിരിക്കുന്നു.
അപ്പോൾ വിശുദ്ധ ജീവിതത്തിനായി സ്വയം വേർതിരിച്ച് സമർപ്പിക്കുന്നതാണ് വിശുദ്ധ ജീവിതം കൊണ്ട് ലക്ഷ്യമിടുന്നത്. വിശുദ്ധ ജീവിതത്തിനായി എന്നെ തന്നെ ഞാൻ കഴുകി വേർതിരിച്ച് സമർപ്പിക്കുക. ഇനി എൻ്റെ ജീവിതം വിശുദ്ധ ജീവിതമാണ്, കർത്താവിന് വേണ്ടി ഉള്ളതാണ്. ഞാൻ എന്നെ തന്നെ പരിപൂർണമായി കർത്തൃകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ദൈവത്തെ കാണുക, ദൈവത്തോട് ചേരുക, അവൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ അവനോടൊപ്പം പറന്നു പോവുക എന്നുള്ളതാണ്. ദൈവം എന്നിൽ പ്രസാദിച്ചല്ലാതെ എനിക്കിതൊന്നും സാധ്യമാകില്ല. ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രസാദിപ്പാൻ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കണം, വിശുദ്ധീകരിച്ച് സമർപ്പിക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ശുദ്ധീകരണമാണ്. ഞാനിനി താമസിക്കാൻ പാടില്ല. ഇപ്രകാരം വിശുദ്ധ ജീവിതത്തിനായി വേർതിരിക്കപ്പെടാതെ, പാപത്തിൽ നിന്ന് സ്വയം വേർപെടുത്താതെ, ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെടാതെ, വിശുദ്ധിക്കായി സ്വയം സമർപ്പിക്കാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ദൈവപ്രസാദത്തിന് ഷോർട്ട് കട്ടുകളില്ല. ദൈവത്തെ കാശ് കൊടുത്ത് പ്രസാദിപ്പിക്കാൻ കഴിയില്ല. പണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ജന്മികുടിയാൻ വ്യവസ്ഥതയൊക്കെ നിലനിന്ന കാലത്ത്, രാജഭരണം നിലനിന്ന കാലത്ത്, രാജാവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി കണ്ടുകാഴ്ചകളുമായി കൊട്ടാരത്തിൽ ചെല്ലുന്ന പ്രജകളെക്കുറിച്ച് നാം വായിച്ചിട്ടുണ്ടല്ലോ. ഈ ലോകത്തെ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ അവർ താല്പര്യപ്പെടുന്നത് കൊടുത്താൽ മതി. പ്രിയപ്പെട്ടവരെ, മനുഷ്യർ ഇഷ്ടപ്പെടുന്നത് കൊടുത്താൽ അവർ പ്രസാദിക്കും. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ വണ്ണം കൊടുക്കുന്ന ഭൗതികമായ ഒന്നുമല്ല. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണമാണ്. അതാണ് ദൈവം നമ്മിൽ പ്രസാദിക്കാൻ ദൈവം വെച്ച മാനദണ്ഡം. അതിലേക്ക് നാം നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കണം. അനുതപിക്കുക, കുമ്പസാരിക്കുക, സ്വയം പരിശോധിക്കുക, തെറ്റുകൾ കണ്ടെത്തുക, ദൈവസന്നിധിയിൽ ഏറ്റുപറയുക, അവയെ ഉപേക്ഷിക്കുക, എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുക, സ്വയം വിശുദ്ധരാണെന്ന് ദൈവസന്നിധിയിൽ ഉറപ്പുവരുത്തുക. ശരീരത്തിൽ അഴുക്ക് പറ്റിയാൽ കുളിച്ച് സ്വയം വെടിപ്പാക്കുന്നവരാണ് നമ്മൾ. മനസ്സിലെ ആത്മാവിലെ അഴുക്ക് കഴുകിക്കളയാതെ നാം കൊണ്ടു നടക്കുമ്പോൾ ശവക്കല്ലറുകൾ പോലെ നാം മലീമസമാക്കപ്പെടുന്നില്ലേ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെ നമുക്ക് മാറ്റിക്കളയാം. ദൈവത്തിന് കൊള്ളാവുന്നവരായി ജീവിപ്പാൻ നമുക്ക് തീരുമാനിക്കാം. ദൈവം പ്രസാദിക്കാൻ അത് തന്നെയാണ് മാർഗം. ദൈവം പ്രസാദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നില്ലല്ലോ. ഓർക്കുക, കർത്താവ് വരാൻ കാലമായിട്ടുണ്ട്. വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കാൻ കാലമായിട്ടുണ്ട്. അവൻ്റെ മണവാട്ടി നിർമ്മലയായിരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. കഴുകി വെടിപ്പാക്കി മുദ്രമോതിരവും തന്ന് വിവാഹ നിശ്ചയവും ചെയ്തിട്ട് സ്വർഗമഹോന്നതങ്ങളിൽ മണവറയൊരുക്കി മടങ്ങി വരാമെന്ന് വാഗ്ദത്തം ചെയ്ത് മഹോന്നതങ്ങളിലേക്ക് കരയേറിപ്പോയ പരിശുദ്ധ മണവാളൻ മണവാട്ടിയെ ചേർക്കാൻ മഹത്വത്തിൽ മഹാരാജാവായി മടങ്ങി വരുമ്പോൾ നിർമ്മല മണവാട്ടിയായി സ്വയം സമർപ്പണം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ മണവാളൻ സ്വീകരിക്കുമോ പ്രിയപ്പെട്ടവരെ? നമ്മളെ മണവാളൻ സ്വീകരിക്കുമോ? ഒരിക്കൽ അവൻ നമ്മുടെ എല്ലാ കളങ്കങ്ങളും പുറത്തതാണ്. ചങ്കിലെ ചോര കൊണ്ട് നമ്മെ കഴുകിയതാണ്, ഇപ്പോഴും കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കൃപയുടെ യുഗമാണ്, കഴുകലിൻ്റെ കാലമാണ്. അനുതപിക്കാൻ മനസ്സാണെങ്കിൽ അവൻ ഇന്ന് നമ്മെ ശുദ്ധീകരിക്കും. അതുകൊണ്ട് താമസിക്കല്ലേ. നമ്മുടെ മുമ്പിൽ നഷ്ടപ്പെടുത്താൻ സമയമില്ല. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവരും ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരും പാപത്തിൽ നിന്ന് സ്വയം കഴുകി വിശുദ്ധീകരിച്ചവരും തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവത്തിന് സമർപ്പിച്ചവരുമായി കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട വിശുദ്ധ സംഘമായി ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി, ദൈവപ്രസാദം പ്രാപിക്കുന്നവരായി, ജീവിതത്തിൽ ലക്ഷ്യബോധമുള്ളവരായി നമുക്ക് ജീവിക്കാം. അതിന് ദൈവം ഈ സന്ദേശത്തിലൂടെ നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, തൃപ്പാദപീഠത്തിൽ അവിടുത്തെ മക്കളെ വിളിച്ചുരുത്തിയിട്ട് അവിടുന്ന് ഞങ്ങളോട് വിശുദ്ധീകരണം കൊണ്ട് എന്താണ് ലക്ഷ്യമാക്കുന്നതെന്ന് ഇന്ന് കേൾപ്പിച്ചു തന്നല്ലോ. ദൈവമേ, അവിടുന്ന് ഞങ്ങളെ വേർതിരിക്കണമേ, ഞങ്ങളെ കഴുകണമേ. ഇതാ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയാണ്. പാപത്തോട് ഞങ്ങൾ സ്വയം വിട പറയുകയാണ്. ഞങ്ങളുടെ എല്ലാ തിന്മകളും ഞങ്ങൾ ഉപേക്ഷിക്കുകയാണ്. ഞങ്ങൾക്ക് നിന്നെ കാണണം തമ്പുരാനെ, നിന്നോട് ചേരണം തമ്പുരാനെ. നിത്യതയിൽ നിന്നോടുകൂടെ
ആനന്ദം അനുഭവിക്കണം. പാപം ഞങ്ങളെ വല്ലാതെ കീഴടക്കുന്നുണ്ട്. എന്നാൽ അതിനോട് പോരാടാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ. യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെ പരാജയഭീതിയില്ലാതെ ജയാളിയായ ദൈവമേ, നിൻ്റെ കരം പിടിച്ച് മുന്നേറി ജയം കൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ പ്രസാദിപ്പിച്ചവരായി ജീവിതം ധന്യമുള്ളതായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. നിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. നല്ല ദൈവമേ, അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.